ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആന്തൂറിയം ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ കുറേ പേര് മിനിയേച്ചർ ആന്തൂറിയം മറ്റേ നമ്മുടെ സാധാ ആന്തൂറിയൊക്കെ ചീഞ്ഞു പോകുന്നു, വേരുകൾ ചീഞ്ഞു പോകുന്നു, ചെടി അങ്ങനെ നശിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്തൂറിയത്തിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് നശിച്ചു പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ പോട്ടിമിക്സ് ഒന്ന് തയ്യാറാക്കി വച്ചു നോക്കൂട്ടോ. എൻ്റെ ഈ മിനിയേച്ചർ ആന്തൂറിയൊക്കെ മണ്ണും ചാണകപ്പൊടിയും ചേർന്നൊരു മിക്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് കുറേ മിനിയേച്ചർ ആന്തൂറിയം വാങ്ങി. പക്ഷേ എല്ലാ പ്ലാന്റും അവരെങ്ങനെ വെച്ചാലും ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് വേരൊക്കെ നശിച്ചു പോവുക, ചെടി അങ്ങനെ തന്നെ നശിക്കുക, അങ്ങനെയായിരുന്നു. അവരെന്നിട്ട് പോട്ടിമിക്സ് മാറ്റി നോക്കിയപ്പോൾ ഇപ്പോൾ അവരുടെ ആന്തൂറിയം പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ആ ഒരു പോട്ടിമിക്സാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ആന്തൂറിയം പറിച്ചിട്ട് നന്നായി കഴുകിയിട്ടാ. അപ്പോൾ വേരിനൊന്നും വലിയ ഡാമേജൊന്നുമില്ല. നമ്മൾ ചെടി ഇങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോഴേ ചെടി പറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും വേര് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് സാഫ് കലക്കിയ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കാം. നമ്മൾ ഏത് പ്ലാന്റ് വയ്ക്കുമ്പോഴും നമ്മൾ വയ്ക്കുന്ന ചട്ടിക്ക് നന്നായി ഹോൾ ഇട്ടോളൂ കേട്ടോ. അതിന് ശേഷം ആ പോട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓടിൻ്റെ പീസുകൾ ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ പോട്ട് മിക്സായി നിറയ്ക്കുന്നത് മെറ്റലാണ് കേട്ടോ. ഇങ്ങനെ ഒരു പോട്ട് മിക്സിൽ നമ്മുടെ ആന്തൂറിയം വെച്ചിട്ട് വെച്ചെങ്കിൽ ആ ചെടിക്ക് ഒരു ഡാമേജും വരില്ല കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ആന്തൂറിയം വെക്കുന്നത് വെച്ചെങ്കിൽ നമുക്കിത് മഴയത്ത് വെച്ചാലും ഒരു കുഴപ്പവും വരില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഈ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ ചേർത്തിട്ടില്ല. ഇങ്ങനെ ഒരു പോട്ടി മിക്സിൽ നമ്മൾ വെക്കുമ്പോൾ ദിവസം നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ, മഴയില്ലാത്ത സമയത്തൊക്കെ. പക്ഷെ മണ്ണിലാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ നനച്ചു കൊടുക്കാറുള്ളൂ. ഈ ചെടിക്ക് നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൽ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ വളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കില്ലേ, സ്പ്രേ ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ സ്പ്രേ ചെയ്യുക, ലിക്വിഡാക്കിയിട്ട് കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഓർക്കിഡിനൊക്കെ കൊടുക്കുന്ന എല്ലാ ലിക്വിഡ് ഫെർട്ടിലൈസറും നമുക്ക് ആന്തൂറിയത്തിനും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പോട്ടി മിക്സിൽ വയ്ക്കുമ്പോഴും നമുക്ക് നന്നായിട്ട് തൈകളും അതുപോലെ തന്നെ പൂക്കളും കിട്ടുന്നുണ്ട്. നമ്മളിതിൽ ചാണകപ്പൊടി അങ്ങനെയൊന്നും ചേർക്കാത്ത കാരണം ഇങ്ങനെ വയ്ക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുകയാണ്, എന്നും നമുക്ക് നനയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിലേ നമ്മുടെ ചകിരിനാരില്ലേ അത് കുറച്ച് കനത്തിലൊന്ന് എല്ലാ പോട്ടിലും വെച്ച് കൊടുക്കുക. അതായത് പോട്ടി മിക്സിൻ്റെ മീതിയായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായി നനച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ആ പോട്ടി മിക്സിൽ എപ്പോഴും ഒരു നനവ് നിൽക്കും. അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ചകിരി എടുത്ത് മാറ്റുക. എങ്ങനെ വെച്ചാലും മിനിയേച്ചർ ആന്തൂറിയം പിടിക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ഇങ്ങനെ ചെയ്താൽ നശിച്ച് പോകുക എന്നുള്ള പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എല്ലാ ആന്തൂറിയം റിപ്പോർട്ട് ചെയ്തപ്പോഴേ കുറച്ച് തൈകളൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ പോട്ടിലേക്ക് മാറ്റി വെച്ചു. പ്ലാന്റ്സൊക്കെ ഒന്ന് ഹെൽത്തി ആയതിനു ശേഷമേ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് എടുത്തിട്ട് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. 13 കളറ് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ പൂക്കൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്ലാന്റ് ഇതിൽ വേണമെച്ചെങ്കിൽ ആ പൂവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഒരു 3 മാസം കൂടെയൊക്കെ കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഒരു പ്ലാന്റിന് 130 രൂപയായിട്ടാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാന്റ് 5 എണ്ണം അതുപോലെ 10 എണ്ണം അങ്ങനെയൊക്കെ വെച്ചെടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഇതിലേതെങ്കിലും പ്ലാന്റ് നമുക്ക് ആവശ്യമുണ്ട് വെച്ചെങ്കിലേ ആ ആവശ്യമുള്ള പ്ലാന്റ് ഏതാണെന്ന് അവരോട് വാട്സപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ആ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറയുക കേട്ടോ. എന്നിട്ട് പ്ലാന്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുക.
എല്ലാം ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ സിംഗിളായിട്ടുള്ള ഷൂട്ടുള്ളതൊന്നല്ല, 2-3 ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അവർ അയച്ചു തരും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.